നമസ്കാരം. വീണയെ പൂട്ടി ഇ ഡി, ജയിലിലായി മകൾ, കുരുക്കഴിക്കാനാകാതെ വീണയും വിജയനും. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരായിട്ട് SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അപേക്ഷ കൊച്ചിയിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിച്ചു. സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുന്ന കാര്യത്തിൽ SFIO നിലപാട് നേരത്തെ PMLA കോടതി ചോദിച്ചിരുന്നു. SFIO കസ്റ്റഡിയെടുത്ത 134 രേഖകൾ വേണമെന്നായിരുന്നു EDയുടെ ആവശ്യം. കരിമണൽ കമ്പനിയുമായിട്ട് വീണയും എക്സാലോജിക്കുമായിട്ടുണ്ടാക്കിയ കരാർ പകർപ്പും വീണയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് രേഖകളുമൊക്കെ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പരമാവധി തെളിവുകൾ അത് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ എന്നുള്ളതാണ്. മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണയെ പൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ED ഇതിലൂടെ നടത്തുന്നത് എന്നുള്ളതാണ്. SFIO നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രധാന തെളിവുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വേണമെന്നുള്ള ആവശ്യം അത് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ED അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺകുമാർ ചാരിയാണ് PMLA കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആവശ്യപ്പെട്ട തെളിവുകളെല്ലാം CMRLും വീണയുമായി നടത്തിയ ഇടപാടുകളെ കുറിച്ചുള്ള രേഖകളാണ്. 2016 ഡിസംബർ 30 CMRLുമായി വീണ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ്, 2017 മാർച്ച് മാസം 2 എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തിയ ലോൺ ഇടപാട് രേഖകളടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകളും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ എക്സാലോജിക്കിലെ ജീവനക്കാരുടേതടക്കമുള്ള മൊഴികളുടെ പകർപ്പും വേണമെന്നാണ് ആവശ്യം. ED ആവശ്യപ്പെട്ട തെളിവുകൾ കൈമാറുന്നതിൽ SFIOയുടെ നിലപാട് കോടതി തേടിയിട്ടുമുണ്ട്. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവുകളെല്ലാം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിക്രമം ഉണ്ടായിരിക്കുന്നത്. കേസിൽ നടപടികളെല്ലാം വേഗത്തിലാക്കാനാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. അതുകൊണ്ട് തന്നെ വീണയെ പൂട്ടുന്നതിനുള്ള 134ഓളം തെളിവുകൾ ED ശേഖരിക്കുകയാണ്. മകളെ ജയിലിലാക്കുക എന്നുള്ളത് തന്നെയാണ് EDയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വീണയെ പൂട്ടിയിരിക്കുന്ന കുരുക്കഴിക്കാനാകാതെ വിജയനും വീണയും ഒക്കെ എന്തു ചെയ്യണമെന്നറിയാത്ത യാത്രയിലുമാണ്. ഒപ്പം തന്നെ വീണയെ പൂട്ടിക്കെട്ടുന്ന തരത്തിലേക്ക് ED എത്തപ്പെടുന്നത് വീണയെ ജയിലിലാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ED നടത്തിയ റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ CPMും അന്ന് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നടത്തിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അടക്കമുള്ളവ EDയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനിയുള്ള ഒരു കടന്നുവരവ് എന്നുള്ളത്. സമൻസ് അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ടെത്തി അറസ്റ്റ് ചെയ്യുകയോ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടേക്കാം. മാത്രമല്ല ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. കാരണം അത്രത്തോളം തെളിവുകൾ നേടിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇനിയൊരു കൃത്യമായിട്ടുള്ള ഇടപെടൽ EDയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ഇടപെടലുകളോ പ്രതിഷേധങ്ങളോ തന്നെ ഉണ്ടായാൽ പോലും അതിനെ ഏത് തരത്തിൽ ഓവർകം ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും EDയുടെ ഇടപെടലുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് വീണയെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടോ വീണയെ പൂട്ടുന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ED അത്തരത്തിൽ ഇടപെടുക. ഏത് തരത്തിലാണെങ്കിലും വലിയ കുരുക്കിലേക്ക് തന്നെയാണ് ഇപ്പോൾ വീണയും വിജയനും ഒക്കെ ചെന്ന് എത്തപ്പെട്ടിരിക്കുന്നത്. വീണ വിജയന് രക്ഷപ്പെടാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു പൂട്ടിലേക്ക് ED കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏകദേശം 134ഓളം വരുന്ന തെളിവുകൾ അത് ശേഖരിച്ചതിന് ശേഷം, ആ രേഖകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് EDയുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത്. ആ രേഖകളോടൊപ്പം വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലോടു കൂടി തന്നെയാണ് വീണയെ പൂട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ED മുന്നോട്ട് പോകുന്നത്.